ഗുഡ് മോർണിംഗ്. നല്ല സൂര്യനെ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ അതേ തലേ ദിവസം ഉറക്കമൊക്കെ എനിറ്റതേ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് കാളിയുടെ അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ചിദംബരം നടരാജ ടെമ്പിളിൽ പോയ കാളിയുടെ അവിടെയും കൂടിയും തൊഴണം എന്നാണ് ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാളിയുടെ അവിടെ തൊഴാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എനിറ്റിട്ടുണ്ട്. ഞങ്ങൾ അനൂപും ഞാനും എനിറ്റിട്ടുണ്ട്. ആദ്യത്തിനും മീനാക്ഷി നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേരെ കൊണ്ടുപോകാണ്ട് നമുക്ക് 4 പേർക്കും കൂടിയും പോയിട്ട് വരാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവാം. വേഗം പോയി ഇനി അധികം താമസിക്കേണ്ട. അതേ നമ്മുടെ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി പല്ലൊക്കെ തേച്ച് റെഡി ആവാം. ക്ലിനിക് പ്ലസ് സോപ്പ് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോണ്ടേ. അതിവിടെ വെളിച്ചെണ്ണുണ്ട്. ഹോട്ടലിൽ നിന്ന് കിട്ടണ ഈ കോംപ്ലിമെൻ്ററി ടോയ്ലറ്ററീസ് കിട്ടുമ്പോൾ അത് മുഴുവൻ അവിടെ നിന്ന് പറക്കിയെടുത്ത് എൻ്റെ വീട്ടിലെത്തിച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ. വീട്ടിൽ വന്ന് അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നിന്ന് അത് കൊണ്ടുവരണം. അപ്പം ഇത്തവണ വെളിച്ചെണ്ണയാണ് കിട്ടിയിരിക്കുന്നത്. വെളിച്ചെണ്ണ സാധാരണ എനിക്ക് വേറെ നമ്മൾ താമസിക്കാൻ പോകുമ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. എൻ്റെ മുടി ഇങ്ങനെ നമ്മൾ അവിടെ ഹോട്ടലിലൊക്കെയുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും നമ്മുടെ വെളിച്ചെണ്ണയൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മീനാക്ഷി ആയതിനും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആവുന്ന സമയം കൊണ്ട് അവർ രണ്ടുപേരും എനിക്ക് കുളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ. എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം അല്ലെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ആ ടൈമിങ് കഴിയും. അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് എല്ലാവരും കുളിച്ച് റെഡിയായി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ ഗംഭീര മെനു ഒന്നുമില്ലെങ്കിലും കുറച്ച് മെനു ഉള്ളുവെങ്കിലും ഉള്ളത് നല്ലതായിരുന്നു കേട്ടോ. ഇഡ്ഡലി, ബ്രെഡ്, പിന്നെ പൊങ്കൽ, വട, ഉഴുന്നുവടയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം ഉഴുന്നുവട തന്നെയാണ് അടിച്ചു കയറ്റുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്രെഡ് അവൾക്ക് ഇഷ്ടമായില്ല. അവിടെ ബൗളുണ്ടെങ്കിൽ ബൗളിൽ ചട്നി എടുത്തിട്ട് പണ്ടം മാത്രമല്ല കോൺഗ്രസ് ആണ് നമ്മുടെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതേ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. തിലൈക്കാളി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്, ചിദംബരം തിലൈക്കാളി ക്ഷേത്രം. അപ്പോൾ ഇത് ചിദംബരം നടരാജ ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ 2 ശ്രീകോവിലുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒരു ചെറിയ ഐതിഹ്യം ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി പറയാം. ചിദംബരത്ത് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ശിവനും പാർവതിയും കൂടി നൃത്തം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ നൃത്തം ചെയ്യണ കോമ്പറ്റീഷനിൽ ശിവൻ പരാജയപ്പെടാറായി. ഇപ്പോൾ ശിവൻ തലയ്ക്ക് മുകളിൽ കാല് വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ്, അതായത് ഊർദ്ധ താണ്ഡവം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് എടുത്തു. അത് പാർവതിയോട് ചെയ്യാൻ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു. അപ്പോൾ ദേവിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീ സഹജമായിട്ടുള്ള ലജ്ജ, കാലും തലയ്ക്ക് മുകളിൽ പൊന്തിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആ ലജ്ജ കാരണവും എളിമ കാരണവും ഒക്കെ അത് നിരസിക്കുകയും പരാജയം സമ്മതിച്ച് കോപത്താൽ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഈ അമ്പലത്തിൽ വന്നിരുന്നത് അതാണ് തിലൈക്കാളി ദേവി. അതായത് ക്രൂര രൗദ്രഭാവത്തിലുള്ള
ശക്തികളുടെ ദേവിയായിട്ട് ആരാധിക്കണത്. അതാണ് തിലൈക്കാളി ദേവിയായിട്ട് ആരാധിക്കണത്. അപ്പോൾ ബ്രഹ്മാവ് വന്ന് ദേവിയുടെ കോപം ശമിപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ബ്രഹ്മാവിൽ സന്തുഷ്ടയായിട്ടുള്ള ദേവി ബ്രഹ്മാവിന് സമാനമായിട്ടുള്ള 4 തലകളുള്ള സൗമ്യ രൂപം സ്വീകരിച്ചു. അതാണ് ബ്രഹ്മചാമുണ്ടേശ്വരി എന്നുള്ള പേരിൽ ആരാധിക്കുന്നത്. അങ്ങനെ 2 ശ്രീകോവിലാണ് ഈ അമ്പലത്തിലുള്ളത്. ഒരെണ്ണം രൗദ്രഭാവത്തിലുള്ള തിലൈക്കാളി ദേവിയും ഒരാൾ സൗമ്യരൂപയായിട്ടുള്ള ബ്രഹ്മചാമുണ്ടേശ്വരി ദേവിയും. ഇവിടെ നല്ലെണ്ണയും കുങ്കുമാഭിഷേകമൊക്കെയാണ് കേട്ടോ പ്രധാന വഴിപാടുകൾ. ശരിക്കും നമ്മുടെ ആ രൗദ്രഭാവത്തിലുള്ള ദേവീനെ കാണുമ്പോൾ തന്നെ ശരിക്കും പേടിയോ, നല്ല കുങ്കുമത്തിൽ കുളിച്ച് രക്തവർണ്ണമായിട്ടാണ് ഇരിക്കണത് കേട്ടോ. അങ്ങനെ 2 ശ്രീകോവിലും ഞങ്ങൾ തൊഴുത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പം നമ്മൾ ഈ നടരാജ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ TTDCയിൽ റൂമൊക്കെ എടുത്തത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല റൂമായിരിക്കുന്നു. അടിപൊളി റൂം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നടരാജ ടെമ്പിളിൽ വരുന്നുണ്ടെങ്കിൽ TTDCയിൽ റൂം എടുത്തോളൂ. അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരിട്ട് വരുമ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിനേക്കാളും ചാർജ് കുറവാണ് വരണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യേ അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാണ്ട് ഒന്നിലോ കോൾ ചെയ്ത് ബുക്ക് ചെയ്യുകയായിരിക്കും നല്ലത്. നമ്മൾ ഓൺലൈൻ വഴിക്ക് ബുക്ക് ചെയ്ത കാരണം നമുക്ക് ഇവിടെ പറഞ്ഞേക്കണ റേറ്റിനേക്കാളും കുറച്ച് കൂടുതലാണായിരുന്നത്. പക്ഷേ നമ്മൾ കൊടുത്ത റേറ്റിനുള്ള റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്ര നല്ല ഹോട്ടലാണെന്ന് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇനിയും ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കുള്ളൂ. അത്ര നല്ല റൂമും നീറ്റും ബാത്റൂമും ഒക്കെ ക്ലീനായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ എന്താ പറയുക ഭക്തിസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ 2 ദിവസം വെജായിരുന്നു. ഇനി തൊട്ട് നമുക്ക് നോണാണ് ഫുഡ്. അപ്പം ഞങ്ങളിതേ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ പോണ്ടിച്ചേരിയാണ്. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നമ്മൾ ലേപ്പോണ്ടി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് റൂം എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് നേരെ ലേപ്പോണ്ടിയിലേക്ക് പോകാം അല്ലേ. പത്മാവതി കോളേജ് ഫേമസ് പാലങ്ങളാണ്. ഇതെന്ത് ചെടിയാ കൊറേ ഇങ്ങനെ വെച്ച ഇതൊക്കെ ചെയ്യണോ? ഇത് ലാസറേനി മാംഗോ ബീച്ച് കാണാനില്ല. പക്ഷെ ബീച്ചായിട്ടായിരിക്കും. റിസോർട്ടിന്റെ സ്ഥലമായിട്ട് അതേ RKN ബീച്ച് റിസോർട്ട്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ലീപ്പോണ്ടി എത്തി. അങ്ങനെ നമ്മൾ ലീപ്പോണ്ടി എത്തിയിരിക്കുന്നു. അടിപൊളിയാട്ടാ. കുറേ ഏരിയുണ്ട്. അടിപൊളി. എൻ്റെ എൻട്രൻസ് തന്നെ നല്ല ലോഞ്ച്. ഓ അടിപൊളി എത്തിയിരിക്കുന്നു. ലീപ്പോണ്ടി മുല്ലകൾ അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ട്. ആ നല്ല അടിപൊളി. നമ്മൾ വില്ലല്ലേ എടുത്തേക്കണേ. ഇവിടെയാ അവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം അല്ലേ. മീനാക്ഷിക്ക് സമയം എന്തായാലും ഈ സാധനം ഉണ്ടാക്കി നിനക്ക് പ്രാന്തായ കാറിലിരുന്ന് മൊക്കെ ഫുള്ള് അത് ഉണ്ടാക്കല എന്നെ പണി. ഗ്ലാസ് ബ്രിഡ്ജ് അവിടേക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ്. ഓ അടിപൊളി. അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അവിടെ ചെക്കിങ്ങിന് സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ പുറത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവിടെ വലിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സെറ്റപ്പ് വില്ലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പൂൾ എവിടെയാണെന്ന് തപ്പിയിട്ട് വരാമെന്ന് പറഞ്ഞതേ ഞങ്ങൾ പൂൾ സൈഡിലേക്കാണ് പോണത്. അപ്പോൾ ആ പൂൾ കണ്ടപ്പോഴാണ് ആയത്തിനും മീനാക്ഷിക്കും സമാധാനമായത്. അവരെവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും പൂളുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അത് വലിയ സ്വിമ്മിംഗ് പൂളാണ്. ഇതിൻ്റെ അപ്പുറം ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ബീച്ചിലേക്കൊക്കെ പോകണം.
ബീച്ച് വ്യൂ വില്ലാസാണ് ഉള്ളത്. വ്യൂ അല്ല, ബീച്ച് വില്ലാസ് ആണുള്ളത്. അപ്പോൾ ഇനി ബീച്ചിലേക്കൊക്കെ പോകണം. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ട് വേണം അടുത്ത പരിപാടികൾക്ക് നോക്കാൻ. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെച്ച് നമുക്ക് റൂമിലൊക്കെ കയറി ഫുഡ് കഴിക്കണം. ഉച്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഫുഡിങ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പോവാം. പിന്നെ ഇത് വർക്കിംഗ് ആണോ? സാധനം ഉണ്ട്. മറ്റേ എന്തിട്ടാ അതിന് പറയാ, ജമ്പ. അതിൽ ചാടിയിട്ട് അങ്ങോട്ട് മാറി. ഇതിനൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. നമ്മളിനി നമ്മുടെ ഒരു റൂം റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് പോവാം. മതിടി ഉണ്ടാക്കിയത് അവൾക്ക് വേണ്ടി പൗച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗച്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നൂല് കഴിഞ്ഞു. ഇനി നൂല് മേടിച്ചിട്ട് വേണം പൗച്ച് ഉണ്ടാക്കാൻ. വേറെ ഐഡിയ എന്ത് ചെയ്യണേ? സിംഗിൾ സ്റ്റിച്ചാ? വേറെ ഐഡിയയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഈസ് മൈ റൂം. യെസ്, എത്തിപ്പോയിരിക്കുന്നു റൂം. ഇങ്ങനെയുണ്ട് റൂം. ഓ സമാധാനിച്ചു. ഇതാണ് 1 റൂം. നല്ല രസമല്ലേ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അത്രയും നല്ല സ്മെല്ലൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പൂവ്. പൂവ് വെച്ചിട്ട് കുറേ റീൽസും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള പൂവ്. ഇതേ നമ്മുടെ വില്ലാസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് അച്ഛനും അമ്മയുടെയൊക്കെ റൂം കിട്ടി. ഇതേ ഞങ്ങളുടെ അപ്പുറത്തെയാണ് കേട്ടോ. അങ്ങനെ 2 റൂമുകളാണുള്ളത്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കാണാൻ എന്താ സീനറി, ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പം ഞങ്ങൾ ഫുൾ ബാഗും ലഗേജുകളും ഒക്കെ അവിടെ വെച്ച് ഒരു റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മാത്തിയിൽ നമ്മളൊരു 45 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഫുഡ് കിട്ടുന്നതായിരിക്കും. അവിടെ അത്ര നല്ല തിരക്കാണ്. ഇന്തമാതിരി ഇലയില്ല, അന്തമായത്തെ ഇലയുള്ളൂ. അത് മതി. ഇതിന് വലിയ ഇലയിൽ കുറേ ചോറ് കൊണ്ടാണ്. എന്താണ് കഴിക്കാൻ പോണത് എല്ലാവരും? മട്ടൻ ഫിഷ് ഉണ്ടല്ലേ? ഇതല്ല അതിൻ്റെ ബിരിയാണി. ഇതെന്ത് ബിരിയാണിയാ? ചിക്കൻ 65. ചിക്കൻ 65യുടെ ഗ്രേവി. ഇത് പ്രോൺ ബിരിയാണി. കുറച്ച് നാരങ്ങ ഇതെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് ഒരു സബോളയൊക്കെ വച്ച് ഇങ്ങനെ സബോള വയ്ക്കണ്ട. ഇതെടുത്ത് സബോള എടുത്ത് നല്ല രസം. ആരുടെയും വന്നു, ഞങ്ങളുടെ 2 പേരുടെയും ഫിഷ് വന്നില്ല. ചോറ് മട്ടൻ ചുക്കിയും ചോറുമാണ് അനൂപിന്. മീനാക്ഷിക്ക് പ്രോൺസ്, അമ്മയ്ക്ക് ഫിഷ് കറി മീൽസ്, അച്ഛന് വെജ് മുട്ട, ആദ്യത്തിന് ചിക്കൻ 65 ബിരിയാണി, എനിക്ക് ഫിഷ് മസാല വിത്ത് റൈസ്. അനുപേട്ടൻ്റെ മട്ടൻ ചുക്ക് ആകെ 2 കഷ്ണമുണ്ട്. അത് കൂട്ടി കഴിച്ചോളൂ. അമ്മയ്ക്ക് ചോറ് വന്നു. ഫിഷ് വന്നിട്ടില്ലല്ലോ. മട്ടൻ ചുക്ക എന്ത് അത്ര അടിപൊളി? ഫിഷ് മച്ചി അടിപൊളിയാണെന്ന് പറയണത്. ചിക്കൻ പോലെ ഇങ്ങനെ. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫിഷ് കാമാച്ചി ഓ സൂപ്പർ, ഇഷ്ടായി. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. ഫിഷ് കാമാച്ചി എങ്ങനെയുണ്ടെന്ന്. വരാൻ പറ്റില്ല, നല്ല ഗ്രേവി. ക്വാണ്ടിറ്റി ഒക്കെ കുറവാണ്. ചിക്കൻ്റെ കോക്കനട്ട് പായസം, ചിക്കൻ തണ്ട, നല്ല എരിവുള്ള മീൻകറി കേട്ടോ. അല്ലേ? നല്ല എരിവുണ്ട്. നല്ല എരിവുള്ള മീൻകറിയാ. അതിൽ സന്തോഷമായി. ഒരു റൈസ്, ഫിഷ് ഫ്രൈ, നത്തോരി,
അങ്ങനെ കാമാത്തിയിലെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. കാമാത്തി എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസാണ്, പക്ഷെ നല്ല തിരക്ക്. ഇവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ തിരക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തിരക്ക് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എത്ര മണിയായി? 2:30 3 മണിയായി. തിരക്ക് കഴിഞ്ഞിട്ടില്ല. അതെ അവിടെ വെയിറ്റിങ്ങിലാണ് ഒക്കെ. ഇവിടെയുണ്ട്. അപ്പൊ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മുടെ കാമാത്തിയിലെ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളതേ പോണ വഴിക്ക് അഡ്വഞ്ചർ പാർക്കിൽ കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ലേപ്പോണ്ടി എന്ന് പറയുന്ന റിസോർട്ട് നമ്മുടെ ബീച്ച് സൈഡിലായ കാരണം നമ്മുടെ ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മുടെ റിസോർട്ടുള്ളത്. അപ്പോൾ ടൗണിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്കിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കയറിയിട്ടുണ്ട്. സിപ്പ് ലൈനും ബോട്ടിങ്ങും അങ്ങനെ കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടോളൂ. അതേത് സ്ഥലം? പോണ്ടി ഓഷ്യൻ പാർക്ക്. അയ്യോ, വലിയ ബസ്സൊക്കെ വരുന്നുണ്ടല്ലോ. എന്നിട്ട് അവിടെ എന്തൊക്കെയല്ലേ സിപ്പ് ലൈനാണോ റിജക്റ്റഡ് ആയ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി വെള്ളത്തിൽ പോയാലോ? 1990 കിലോക്കാരുടെ വല റിജക്റ്റ് ആയിരിക്കുകയാണ്. മീനാക്ഷിക്കാണെങ്കിൽ വെയിറ്റും ഇല്ല. ഒരാൾക്ക് കൂടി പോയി, ഒരാൾക്ക് കുറഞ്ഞു പോയി. മീനാക്ഷിയും ആദിത്യനും വിചാരിച്ച സിപ്പ് ലൈനാണോ അത്? മീനാക്ഷി, സിപ്പ് ലൈനിൽ 50 കിലോ മിനിമം വേണം. അതിന് മീനാക്ഷിക്കാണെങ്കിൽ അത് 25 കിലോ അങ്ങാണ്ടുള്ളൂ. എത്ര കിലോ ഉണ്ട് നീ? 37 കിലോ. അപ്പോൾ അത് പറ്റില്ല. ആദിത്യൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അത് കാരണം അതും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈൻ ആഗ്രഹം മാറ്റി വെച്ചു. ഇനി സ്പീഡ് ബോട്ടാണെന്നുള്ളത്. അത് ഇനി വന്ന് ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ അഡ്വഞ്ചർ റൈഡിങ് ഒന്നും നടന്നില്ല. ബോട്ടിലൊക്കെ പോകാമെന്ന് ചോദിച്ചു, പക്ഷെ ഫുള്ളും നനയും. അതുകൊണ്ട് കോസ്റ്റ്യൂമൊന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോയിക്കണത്. അപ്പോൾ റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം തന്നെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇനി റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ടാറ്റാ.